കൂടുതൽ വാർത്താറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉത്തർപ്രദേശിലെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ആശങ്കപ്പെട്ട് കോൺഗ്രസ് 8 സമാജ്വാദി പാർട്ടി MLA-മാരാണ് കൂറുമാറി വോട്ട് ചെയ്തത്. UP-യിൽ 8 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനും BJPക്ക് സാധിച്ചു. അഖിലേഷ് യാദവിന് വൻ തിരിച്ചടികളാണ് ലഭിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ചീഫ് വിപ്പായ മനോജ് കുമാർ പാണ്ഡെയും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരിക്കുകയാണ്. അഖിലേഷിന്റെ വിശ്വസ്തനാണ് പാണ്ഡെ. ചൊവ്വാഴ്ച മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അദ്ദേഹം കാണുകയും ചെയ്തു. ഈ ആഴ്ച തന്നെ അദ്ദേഹം BJP-യിൽ ചേർന്നേക്കും. അഖിലേഷിന് വ്യക്തിപരമായി ഉണ്ടായ തിരിച്ചടി കൂടിയാണിത്. അഖിലേഷിനൊപ്പം എപ്പോഴും ഉറച്ചു നിൽക്കുന്ന നേതാവാണ് പാണ്ഡെ. അതേസമയം അദ്ദേഹം BJP-യിലെത്തിയാൽ അത് കോൺഗ്രസിനാണ് ഏറ്റവും വലിയ വെല്ലുവിളിയാകാൻ പോകുന്നത്. സോണിയാഗാന്ധിയുടെ റായ്ബറേലി പിടിക്കാൻ BJPക്ക് ലഭിച്ചിരിക്കുന്ന സുവർണാവസരമാണിത്. UP-യിൽ കോൺഗ്രസിന്റെ അവസാന കോട്ടയാണിത്. സോണിയ രാജസ്ഥാനിൽ നിന്ന് മത്സരിച്ച് രാജ്യസഭയിൽ എത്തിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. എന്നാൽ കോൺഗ്രസിന്റെ വിജയസാധ്യത ഇവിടെ കുറവാണ്. മനോജ് കുമാർ പാണ്ഡെ ഉൻചാഹർ മണ്ഡലത്തിൽ നിന്നുള്ള MLA-ആണ്. റായ്ബറേലി ലോക്സഭാ സീറ്റിന്റെ ഭാഗമാണ് ഈ മണ്ഡലം. ഒന്നുകിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക എന്നതാണ് ഇവിടെ കോൺഗ്രസ് പരിഗണിക്കുന്ന പേരുകൾ. 1951 ശേഷം കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ 3 തവണ മാത്രമാണ് പരാജയപ്പെട്ടത്. ഇത്തവണ BJP ആരെ ഇവിടെ മത്സരിപ്പിക്കുമെന്നതിന് ഉത്തരമാണ് പാണ്ഡെയിലൂടെ ലഭിച്ചിരിക്കുന്നത്. അമേഠിയിലൂടെ ആദ്യത്തെ ഗാന്ധി കോട്ട BJP സ്വന്തമാക്കി. ഗാന്ധി കുടുംബത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തുകയാണ് BJP ലക്ഷ്യമിടുന്നത്. 2019-ൽ UP-യിൽ BJP തരംഗം ആഞ്ഞടിച്ചപ്പോഴും റായ്ബറേലി കോൺഗ്രസിനൊപ്പമായിരുന്നു. 2022-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉൻചാഹർ BJPക്ക് ലഭിച്ചില്ല. ഇതും BJP തരംഗമുണ്ടായ സമയത്ത് തന്നെയായിരുന്നു. പാണ്ഡെ മാത്രമല്ല കോൺഗ്രസിന് വെല്ലുവിളിയാകുക. SP-യിൽ നിന്ന് ക്രോസ് വോട്ട് ചെയ്ത MLA രാകേഷ് പ്രതാപ് സിംഗ്, അഭയ് സിംഗ് എന്നിവർ ഗാന്ധി കുടുംബത്തിന് വെല്ലുവിളിയാകും. പ്രതാപ് സിംഗ് ഗൗരിഗഞ്ച് MLA-ആണ്. ഇത് അമേഠി മണ്ഡലത്തിലാണ്. അഭയ് സിംഗ് അതുപോലെ ഗോസായ്ഗഞ്ചിലെ MLA-ആണ്. ഇത് അയോധ്യയിലാണ്. അമേഠിയുമായി അടുത്താണ് ഇത് നിൽക്കുന്നത്. ഇവർ രണ്ടും താക്കൂർ നേതാക്കളാണ്. വലിയ സ്വാധീനം ഇവർക്ക് മണ്ഡലത്തിലുണ്ട്. രാഹുൽ അമേഠിയിൽ നിന്ന് മത്സരിച്ചാൽ അത് ഇത്തവണ ഒട്ടും എളുപ്പമാവില്ല. കരുത്തർ BJPക്കൊപ്പമുണ്ട്. റായ്ബറേലിയിൽ വോട്ട് കുറഞ്ഞു വരുന്നതും കോൺഗ്രസിനുള്ള ആശങ്കയാണ്.